കുറേ നാളായിട്ട് വിചാരിക്കുന്ന ചീനി കഴിക്കണമെന്ന്. ഇവിടെ അടുത്ത കടകളിലൊന്നും കിട്ടാനില്ല. പിന്നെ ഇതിപ്പം ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ സന്ധ്യയായി. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ വേവിച്ചെടുക്കാമെന്ന് കരുതി. എല്ലാം കഴുകി വൃത്തിയാക്കി വെട്ടി കനമുള്ളതൊക്കെ എല്ലാം മുറിച്ചിട്ടു, ചെറിയ പീസുകളാക്കിയിട്ട് നല്ല ചിലപ്പോൾ എന്തില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നന്നായിട്ട് വേവുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയും സ്ഥലമൊന്നുമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ച് വെള്ളവും ഉപ്പുമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്ത് അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉള്ളിയും മുളകും കൂടി ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ സവാള എടുത്തിട്ട് ചെറിയ ഉള്ളിയൊക്കെ എടുക്കാൻ പാടാം, കൈയൊന്നും വയ്യ പൊളിച്ചെടുക്കാനുണ്ട്. പിന്നെ പച്ചമുളകും പിന്നെ പുളിയും ഒന്ന് കറക്കിയെടുത്തിട്ടേ ഉള്ളൂ. മുളക് നന്നായിട്ട് അരയണം എന്നുള്ളവർ മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അരയണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് അത്ര എരി വേണ്ട. എരിവൊക്കെ കഴിക്കുന്നത് എനിക്ക് ഇത്തിരി പ്രശ്നമാണ്. 2-3 പ്രാവശ്യം ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ട് എരിവ് കൂടി പോയിട്ട്. അപ്പം എനിക്കുള്ള എടുത്തിട്ട് ബാക്കി നന്നായിട്ട് അരച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിപ്പം ജാറ് കഴുകി വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും പിന്നെ അത് വേണ്ടാന്നുള്ളവർക്ക് എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കാപ്പി. ചായക്കാളും നല്ലത് കാപ്പി. ചായ ഞാൻ കുടിക്കത്തില്ല, ഞാൻ കാപ്പിയെ കുടിക്കത്തുള്ളത് കൊണ്ടാണ് ഞാൻ കാപ്പി എടുത്തത്. കാപ്പിയാണ് പക്ഷേ ടേസ്റ്റ് ഉള്ളത് കാപ്പി തന്നെയാണ്. ഈ സ്പൂണ് കണ്ടോ, 30 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ള സ്പൂണാണ്. പണ്ട് ഗൾഫിൽ വെച്ചിട്ട് അടുത്ത റൂമിലുണ്ടായിരുന്ന ചേച്ചി എനിക്ക് തന്നത്. അവൻ്റെ ഹസ്ബൻഡ് എയർപോർട്ടിൽ അങ്ങനെ ജോലി ചെയ്യുന്നതായിരുന്നു. അപ്പം ഇത് എയർലങ്കയുടെ സ്പൂണായിട്ട് അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചീനിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. എനിക്ക് അതാണ് ഇഷ്ടം, നന്നായിട്ട് വെന്ത് വരുന്നത്. പിന്നെ ഉള്ളി ഉടച്ചതും കൂടി എടുത്ത് കട്ടൻ കാപ്പിയും കൂട്ടി ഞാനത് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് ഞാൻ എടുത്തതിന് ശേഷം ആ ഉള്ളിയില്ലേ, ഞാൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മുളകൊക്കെ അരച്ച് മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം, നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കേണ്ട താമസമുള്ള തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് പിന്നെ ചെയ്യാനൊക്കെ താമസം വരുന്നത്.